Good morning, all. Good morning, ma'am. Good morning, ma'am. ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ രണ്ട് ക്ലാസ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അവധിയൊക്കെ ആയിരുന്നു. അപ്പോ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ലബോറട്ടറി എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ഓരോ ലെവലിലുള്ള ലബോറട്ടറീസുകൾ നമുക്കറിയാം. നമ്മൾ ലാബിൽ പോകുമ്പോൾ ചെറിയ ലാബുകളുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ലാബുകളുണ്ട്, അല്ലെങ്കിൽ ചിലത് സ്പെഷ്യലൈസർ മാത്രം ചെയ്യുന്ന ലാബുകളും, അങ്ങനെ എക്സ്ട്രാ പല ഡിഫറെന്റ് ലെവൽസ് ഉള്ള ലാബുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ലാബുകൾ തരംതിരിച്ചിരിക്കുന്നതാണെന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു നെയ്ബർ. എന്താ NABL ഫുൾ ഫോം അറിയാമോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. എഴുതിയെടുക്കുക, ലാസ്റ്റ് നമുക്ക് എഴുതാം കേട്ടോ. ജസ്റ്റ് അതൊരു നമ്മളിപ്പോ നാക്കിന്റെ കീഴിലുള്ളതൊക്കെ പറയേ, അതുപോലെയുള്ളൊരു നെയ്ബറിന്റെ അതിന്റെ കീഴിൽ നമ്മൾ 4 into 4 as below, irrespective of the place they are operating and equally applicable to both public and private sector. അപ്പൊ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ലെവൽസ് ഓഫ് ലബോറട്ടറീസിനെ തരംതിരിച്ചിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എങ്ങനെയാണെന്ന്. A laboratory that receives sample of up to 100 patients participants per day. ഒരു ദിവസത്തിൽ ഒരു 100 പേഷ്യൻസിന്റെ 100 സാമ്പിളൊക്കെ പരിശോധിക്കുന്ന ആ ഒരു ലബോറട്ടറി നമുക്ക് സ്മോൾ സൈസ് ലബോറട്ടറി എന്ന് പറയാം. 100 തുടങ്ങി 100 പേഷ്യൻസിന് വരെ നമുക്ക് ഒരു ഡേയിൽ നോക്കുന്നതാണ് സ്മോൾ സൈസ് ലബോറട്ടറി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മീഡിയം സൈസ്ഡ്. മീഡിയം കുറച്ചും കൂടി സ്മോളിനേക്കാളെ കുറച്ചും കൂടി ഉയർന്ന സൈസിലുള്ളത്. Laboratory that receives sample of up to 101 to 400 patient participants per day. ഒരു 100 മേലെ ഒരു 101 തുടങ്ങി ഒരു 400 വരെ പേഷ്യൻസിന് ഒരു ഡേയിൽ നമ്മൾ എന്താണ് ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റുകളും മറ്റും ചെയ്യാൻ അതിന് ഭാഗമായിട്ടുള്ള ലബോറട്ടറിയാണ് മീഡിയം സൈസ് ലബോറട്ടറി എന്ന് പറയുന്നത്. ദെൻ ലാർജ് സൈസ്. A laboratory that receives sample more than 400 അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു 400നും ഒരു 1000നും ഇടയിൽ ഉള്ള പേഷ്യൻസിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നോക്കാൻ സാധിക്കുന്നതാണ് ലാർജ് സൈസ്ഡ് ലബോറട്ടറി. ദെൻ വെരി ലാർജ് സൈസ്ഡ്, കുറച്ചും കൂടി വലുതായിട്ടുള്ളത്. ഈ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. 1000ൽ കൂടുതൽ പേഷ്യൻസിന് ഒരു ദിവസം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനും മറ്റും നോക്കുന്നതിനെയാണ് വെരി ലാർജ് സൈസ്ഡിൽ പറയുന്നത്. ദെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. A laboratory having more than one location in the same district within the same legal identity. ഒരേ പേരിൽ തന്നെ അവരുടെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചുകൾ ആ ഓരോ ജില്ലയിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ് ആൻഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അപ്പൊ ഓരോ സൈസിലും എത്രത്തോളം പേഷ്യൻസിനെയാണ് ഓരോ ഡേയിലും കവർ ചെയ്ത് പോകുന്നതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. സ്മോൾ സൈസിലാണെങ്കിൽ 100, മീഡിയം സൈസിലാണെങ്കിൽ ഒരു 101 തുടങ്ങി 400 വരെ. ലാർജിലാവുമ്പോൾ 401 to 1000 പേഷ്യൻസിന് വരെ. വെരി ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ 1000 പേഷ്യൻസിന് കൂടുതൽ വരുന്നത്. ദെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറി തന്നെ അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ ലെവൽസ് ഓഫ് ലബോറട്ടറി? ഓക്കെ, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. എക്യുപ്മെന്റ്. എന്താ എക്യുപ്മെന്റ്സ്? നമുക്കറിയാം, ഉപകരണങ്ങൾ അല്ലെ? നമ്മൾ ഒരു ലബോറട്ടറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞായിരുന്നു ഒത്തിരി എക്യുപ്മെന്റ്സുകൾ അല്ലെ? നിങ്ങൾ പറഞ്ഞു ഓരോ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞായിരുന്നു. നോക്കാം. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. നമ്മൾ പറഞ്ഞു ഓരോ ടെസ്റ്റുകളും ചെയ്യാനായിട്ട് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ലബോറട്ടറിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്. അത് ഹാർഡ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റുകളുണ്ട്, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ദെൻ മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. മീൻസ് ടെസ്റ്റുകളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ചെയ്യുന്നത് അല്ലെ?
അപ്പൊ ഹാർഡ്വെയർ ആയിട്ടുള്ളത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ലബോറട്ടറിയിൽ അവൈലബിൾ ആണ്. ഇനി ദ ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്നത്, എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, എക്യുപ്മെന്റ് ഷുഡ് ബി chosen to meet the requirements of the laboratory with regard to design and capacity അല്ലെ. ലബോറട്ടറിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളും വെക്കുന്നത് രൂപകൽപ്പനയുള്ള ശേഷിയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന്. ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കപ്പാസിറ്റിയൊക്കെയുള്ള ഉപകരണങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കുവാൻ. Second one, all equipment should be qualified before it is taken for clinical use. നമ്മള് ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ അത് എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ കണ്ടീഷനിങ് ആണെന്നൊക്കെ എന്ത് ചെയ്യുക, ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഉറപ്പ് വരുത്തണം. Third one, all equipment should be in usable condition at all times. എല്ലാ ടൈമിലും അത് ഉപയോഗം ആയിട്ടുള്ള കണ്ടീഷൻ, ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടീഷൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. Then fourth one, regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per recommendation of the manufacturer or more as required with the overuse or aging of equipment. അല്ലെ, അതായത് നമ്മൾ ഒരു പതിവ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുക, പതിവ് പരിശോധനയൊക്കെ ചെയ്യണം ഓരോ എക്യുപ്മെന്റ്, അത് ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് പെർഫോം ചെയ്യാൻ വേണ്ടി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, പൊടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ അതിന് എല്ലാം വർക്കിംഗ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുക. ഇനി ഇപ്പോ മെയിൻറ്റെനൻസ്, എന്തെങ്കിലും മെയിൻറ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെല്ലാം മെയിൻറ്റെനൻസ് ചെയ്തിട്ട് അത് പരിപാലിക്കുക. മാനുഫാക്ചർ ഓർ മോർ ആസ് റിക്വയർഡ്, ഇനി എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്യുപ്മെന്റിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ ഓവർ യൂസേജ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് തകരാറൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് റെഡിയാക്കുക. Then laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, SOP നോട്ട് തരാട്ടോ, ലാസ്റ്റ് SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് കേട്ടോ, സിസ്റ്റം ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് ലാസ്റ്റ് നമുക്ക് നോട്ടിൽ എഴുതാം. A copy of the same should be made available near the equipment അല്ലെ, അതായത് നമുക്കറിയാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഓരോ എക്യുപ്മെന്റ്സിന്റെ സൈഡിലായിട്ട് ഒരു കോപ്പി വെക്കാനായിട്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് എങ്ങനെയാണ് വർക്കിംഗ്, നമ്മൾ ATM കൗണ്ടറിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ ATM പോയിട്ടുണ്ടോ, പോവാറില്ലേ നമ്മൾ ക്യാഷ് എടുക്കാനൊക്കെ, അപ്പൊ ആ കൗണ്ടറിന്റെ അവിടെ എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ATM ഉണ്ടാവും എനിക്ക് അറിയില്ല, എങ്കിലും എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതും ആ ഒരു ഫോം അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ പിൻ നമ്പർ ചേഞ്ച് ചെയ്യണോ എന്താണെന്നുള്ളത് ആ ഒരു എക്യുപ്മെന്റിന്റെ ATM കൗണ്ടറിന്റെ അവിടെ തന്നെ ഉണ്ടാകും ഇല്ലേ. അപ്പൊ അതുപോലെ ഇവിടെയും പറയുന്നത് അതിന്റെ ഒരു കോപ്പി ആ ഒരു എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെക്കാം. എങ്ങനെയാണ് അത് വർക്കിംഗ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റും, എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതെങ്ങനെയാണ് വർക്കിംഗ് ആക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ഒരു കോപ്പി അതിന്റെ സൈഡിൽ തന്നെ വെക്കുക. Then all equipment should undergo calibration and verification അല്ലെ, അതായത് എല്ലാ ഉപകരണങ്ങളും പരിശോധന നടത്തണമെന്ന്, വർക്കബിൾ ആണോ, അല്ലെങ്കിൽ കാലിബ്രേഷൻ അതിന്റെ കപ്പാസിറ്റി ഒക്കെ എങ്ങനെയുണ്ട്, ഇപ്പൊ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ബാറ്ററി പവർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. Then maintenance contract including warranty cards, telephone numbers of personnel needs to be conducted in the event of equipment malfunction should be kept safely but within reach for the user അല്ലെ. ഇപ്പോ നമ്മൾക്കറിയാം, ഇപ്പൊ ഏതൊരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വാറന്റി കാർഡ്സ് കിട്ടും. നമ്മുടെ വീട്ടില് ഇപ്പൊ മിക്സിയോ അങ്ങനെ ഫ്രിഡ്ജോ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു വാറന്റി കാർഡ് കിട്ടും ഇല്ലേ, നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലേ വാറന്റി കാർഡ്. അതില് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ എക്യുപ്മെന്റിന് വരികയാണെങ്കിൽ നമ്മൾക്ക് അവരെ വിളിച്ചിട്ട് അവർ ചിലപ്പോൾ ഫ്രീ സർവീസ് ഒക്കെ വന്ന് ചെയ്തു തരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഇപ്പോ മാൽ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഈ വാറന്റി കാർഡ് അടുത്ത് വേണം. അതുകൊണ്ട് നമുക്ക് വാറന്റി കാർഡിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അത് ഇങ്ങനെയാ അത് മീൻസ് പ്രോപ്പർ ആയിട്ട് അവരുടെ സർവീസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. Then last one, user manual should be freely available for reference അല്ലെ, അതായത് നമുക്കറിയാം ഈ ഉപയോഗ മാനുവല് അത് എന്ത് വേണം,
റെഫറൻസിനായിട്ട് എളുപ്പം ലഭ്യമായിരിക്കണമെന്ന്. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് അത് വർക്കിംഗ് ആവേണ്ടത് എന്നുള്ള യൂസർ മാനുവലും അങ്ങനെയുള്ളത് പെട്ടെന്ന് റെഫർ ചെയ്ത് കൊടുക്കാൻ പാകത്തിന് അത് തയ്യാറാക്കി ഇരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. നമ്മൾ എടുത്തത് കേട്ടോ, ലെവൽസ് ഓഫ് ലബോറട്ടറീസ് തുടങ്ങി ആ ഒരു എക്യുപ്മെന്റ്സ് വരെ ഒന്ന് വായിച്ചു നോക്കാം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ലെവൽസിലെ ഓരോ ലെവൽസിലും എത്ര പേഷ്യൻസിനെയാണ് ഒരു പെർ ഡേയിലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതെന്ന് ഒന്ന് പ്രത്യേകം ഒന്ന് പഠിക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, എത്ര ഇപ്പോ 100 വരുന്നത് സ്മോൾ സൈസില്, പിന്നെന്താണ് 100-ന് മേലെ 400-നുള്ളിൽ വരുന്നത് മീഡിയം സൈസിൽ, അങ്ങനെ ഓരോ സൈസിലും എത്രത്തോളം പേഷ്യൻസിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഒരു ദിവസത്തിലെന്ന് പ്രത്യേകം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കുക. SOP ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. നമുക്ക് എഴുതിയെടുക്കാം കേട്ടോ, ലാസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി തരാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നോട്ടിൽ എഴുതാട്ടോ. നെക്സ്റ്റ്, വായിച്ചോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇനി അധികം റിപ്പീറ്റേഷൻ വേണ്ടല്ലോ, അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ, ദെൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി എന്തൊക്കെയാണ് പോളിസീസും പ്രൊസീജിയേഴ്സും ലബോറട്ടറിയിലെ പോളിസീസും പ്രൊസീജിയേഴ്സും നോക്കാം. ഫസ്റ്റ് വൺ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. Specimen should be attached with at least 2 unique identifiers, example, name, age, etc. Specimens എന്ന് വെച്ചാൽ ഒരു മാതൃക അറ്റാച്ച് ചെയ്യണമെന്ന്. യൂണിക്ക് മീൻസ് ഐഡന്റിറ്റി, നമ്മൾ ഒരു പേഷ്യന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ നെയിം, ഏജ് തുടങ്ങിയ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളൊരു ലേബൽ അറ്റാച്ച് ചെയ്യുക. Then specimen labeling using barcodes is an option that may decrease errors. അല്ലെ, ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓരോ ലേബലിംഗിലും ബാർകോഡ് യൂസ് ചെയ്യാവുന്ന. ബാർകോഡ് യൂസ് ചെയ്യുന്നത് കറക്ഷൻസ് ഒന്നും എറേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ബാർകോഡ് യൂസ് ചെയ്യാം. Then label may include following details. ഈ ലേബൽ ചെയ്യുമ്പോൾ ഈ ലേബലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉൾക്കൊള്ളിക്കുന്നത് നോക്കാം. പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ, ദെൻ പേഷ്യന്റ് ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, അല്ലെ, ആ ടൈമും ഡേറ്റും, ആ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എന്താണ് കളക്ട് ചെയ്യുന്നത് അതിന്റെ ടൈമും ഡേറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലേബലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then second one, requisition form അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. ഈ ടെസ്റ്റ് ചെയ്യാനുള്ള റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ എന്താ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. The requisition form should be finished by the doctor, health worker requesting the test and sent together with the specimen patient to the laboratory. അല്ലെ, പരിശോധനകളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടറോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരാണ് അപേക്ഷാ ഫോം പൂർത്തിയാക്കിയിട്ട് ലബോറട്ടറിയിലേക്ക് അയക്കണം. ഡോക്ടറിൽ നമുക്ക് എഴുതുന്നത് എന്ത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്? നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ടാണോ നമ്മൾ എനിക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയാറ്? നമ്മൾ എങ്ങനെയാ ഡോക്ടറിൽ നമുക്ക് മീൻസ് ഇന്ന ടെസ്റ്റ് എഴുതി തന്നെന്ന് പറഞ്ഞ് ഡോക്ടർ ചീറ്റിൽ എഴുതും അല്ലെ, ആ ചീട്ടാണ് നമ്മൾ ലബോറട്ടറി പോയിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ലേ?
ലബോറട്ടറിയിൽ പോകുമ്പോഴേ നമ്മളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഡോക്ടറിന്റെ ആ ഒരു ഡോക്ടറാണ് അത് ഡോക്ടർ സെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെ, ഇന്ന കാര്യങ്ങൾ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറാണ് നമുക്കത് എഴുതി തരുന്നത്. Then the patient's identity, age, location, date and time, specimen collection, investigations requested and source of sample, example, culture and histopathology should be also included. രോഗിയുടെ പ്രായം, ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തീയതി, സമയവും അങ്ങനെയുള്ള സാമ്പിളുകളും അന്വേഷണങ്ങളും മീൻസ് ലേബൽ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് വേണം നമ്മൾ കൊടുത്തേക്കുന്നത്? കൾച്ചർ ചെയ്യുന്ന ഹിസ്റ്റോപാത്തോളജിക്കൽ, അതായത് രോഗസംബന്ധമായിട്ട് കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്ന വസ്തുക്കൾ. ഇപ്പൊ നമ്മള് ബ്ലഡോ അല്ലെങ്കിൽ യൂറിനൊക്കെ കൾച്ചർ ചെയ്യാൻ കൊടുക്കില്ലേ, അതല്ല. ഇത്രയും കാര്യങ്ങളാണ് റിക്വസിഷൻ ഫോമിൽ ഉൾപ്പെടുത്തേണ്ടത്. Then മൂന്നാമത്തെ പോയിന്റ്, സാമ്പിൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷൻ ഓർ റിജക്ഷൻ. സാമ്പിൾ അക്സെപ്റ്റൻസ്, നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നോക്കാം. All specimens should be checked on receiving the laboratory for fitness for testers. These checks should include suitable container, quantity, volume in case of blood, urine sample, quality of sample in the case of tissue samples, any leakage, etc. അല്ലെ, എല്ലാ സാമ്പിളുകൾക്കും നമ്മൾ യൂറിനോ അല്ലെങ്കിൽ ബ്ലഡോ പരിശോധനയ്ക്കായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിൽ അതിന്റെ ഒരു അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള കണ്ടെയ്നർ നമുക്ക് തരാറുണ്ട്. അതിൽ എന്ത് ചെയ്യും, നമ്മള് സാമ്പിൾ കൊടുക്കും അല്ലെ. അപ്പൊ എല്ലാ സാമ്പിളുകളും ഈ പരിശോധനയ്ക്കായിട്ട് ലബോറട്ടറിയിൽ ലഭിക്കുമ്പോൾ അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നറും അത്യാവശ്യത്തിനുള്ള അളവിലൊക്കെ ഈ നമ്മളുടെ എന്താണ് യൂറിനും ബ്ലഡൊക്കെ കൊടുക്കണം അല്ലെ. അപ്പോ എന്താണ് അതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ചയൊക്കെ ഉണ്ടോ, ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഉൾപ്പെടുത്തണം. എന്നാലും അത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അല്ലെ. കറക്റ്റ് ആയിട്ടൊക്കെ അത് മീൻസ് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊടുക്കണം എന്നുണ്ട്. Then record should be kept for acceptance, rejection with the reasons and actions specified of all samples received in the laboratory as per the criteria defined earlier. ഇനി ഇപ്പോ നമ്മള് ഓൾറെഡി ഇപ്പോ എന്താണ് നമ്മൾ കൊടുത്തു, ഇപ്പൊ നമ്മൾ എന്താണ് നമ്മൾ സാമ്പിൾ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോ എന്താണ് നേരത്തെ നമ്മൾ ഒരു മാനദണ്ഡം അനുസരിച്ചിട്ട് ലബോറട്ടറിയിൽ ലഭിച്ച എല്ലാ സാമ്പിളുകളും ചിലപ്പോൾ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിരസിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ച അതിനുള്ള റീസൺസും കൂടി സ്പെസിഫൈ ചെയ്യണമെന്ന്. ചിലപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ അളവ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, ലീക്കേജ് വന്നത് പോയിട്ട് കാണും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ലഭിച്ചു കാണില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീസൺസും കൂടി അതിൽ സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ അത് റെക്കോർഡിൽ സൂക്ഷിക്കണം. If laboratory rejects any sample, ഇനി എന്തെങ്കിലും ലബോറട്ടറി സാമ്പിളുകൾ നിരസിക്കുകയാണെങ്കിൽ it should be informed the patient, doctor and need for recollection അല്ലെ. ഇനിയിപ്പോ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണത്താൽ അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് രോഗിയെ അല്ലെങ്കിൽ ഡോക്ടറെ അറിയിക്കുകയും അതുപോലെ തന്നെ അത് റീകളക്ഷൻ ചെയ്യുകയും വേണം. രണ്ടാമത് അത് കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസിൽ വരുന്നത്. Then last one, laboratory record. Laboratory record എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. All the released laboratory reports should be stored as per the national regulatory notes അല്ലെ. അതായത് എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും നാഷണൽ റെഗുലേറ്ററി ദേശീയ റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. The records can be kept as physical copies, as instrument printouts, photocopies or electronically, that is LIS, HIS. LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ ഈ നമ്മുടെ റിസൾട്ടിന്റെ റെക്കോർഡ്സിന്റെ കോപ്പി സൂക്ഷിക്കണം. ഇത് നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു കെപ്റ്റ് ചെയ്യണത് ഫിസിക്കൽ കോപ്പീസ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകൾ, ഓരോ എക്യുപ്മെന്റ്സിലുള്ള പ്രിന്റ് ഔട്ടുകളും നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ സൂക്ഷിക്കണം. Then use of LIS. LIS important ആണ്, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. Laboratory Information Management System enables the laboratory to track specimens from receipt, processing, testing and reporting of storage. അല്ലെ, ഇപ്പോ നമ്മൾ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ
എന്താണ് അത് സ്റ്റോറേജിലൊക്കെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി അതിന്റെ റിസിപ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങോ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്റ്റോറേജ് ചെയ്യാനോ ലബോറട്ടറിയെ പ്രാപ്തമാക്കുന്നത്, എളുപ്പമാക്കി കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്, 4 പോയിന്റാണ് മെയിൻ ആയിട്ട് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സിൽ പറയുന്നത്. സാമ്പിൾ, ലേബലിംഗ്, ഡോക്യുമെന്റേഷൻ, എന്തൊക്കെയാണ് ലേബലിംഗ് വരുന്നത് നോക്കാം. റിക്വസിഷൻ ഫോമിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തതും നമ്മൾ റിജക്ട് ചെയ്തതും ലബോറട്ടറി റെക്കോർഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വായിക്കാം. മനസ്സിലായോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലാതെ അല്ലെ. മെഡിക്കൽ ടേബിളൊന്നും വന്നിട്ടില്ല, 1-2 ഫുൾ ഫോമുകൾ വരുന്നുണ്ട്, HIS ഉം LIS ഉം. സാമ്പിൾ അക്സെപ്റ്റൻസ് റിജക്ഷൻസിൽ പറയുന്നത് നമ്മള് സാമ്പിൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്, ഓൾ സ്പെസിമെൻ ഷുഡ് ചെക്ക്ഡ് ഓൺ ലബോറട്ടറി. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ബ്ലഡോ അല്ലെങ്കിൽ യൂറിനൊക്കെ കറക്റ്റ് ഒരു ചെറിയ കണ്ടെയ്നറൊക്കെ അവർ തരും അല്ലെ. അത് കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയിലും ആ ഒരു വോളിയത്തിലൊക്കെ ആയിരിക്കണം നമ്മൾ ഇത് കൊടുക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ടിഷ്യൂ സാമ്പിൾസോ അങ്ങനെയുള്ള ടിഷ്യൂ എന്ന് വെച്ചാൽ സെല്ലുകളുടെ സാമ്പിൾസോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഗുണനിലവാരമോ അല്ലെങ്കിൽ ചോർച്ച മുതലായവയൊക്കെ ഉൾപ്പെടുത്തണം. മീൻസ് ലീക്കേജ് ഒന്നും വരാത്ത രീതിയിൽ അതൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ലീക്കേജ് ഒന്നും വരാതെ കറക്റ്റ് കണ്ടെയ്നറിൽ തന്നെയൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അവർക്ക് സ്വീകരിച്ചിട്ട് അത് എന്നിട്ട് വേണമല്ലോ നമുക്ക് അതിൽ നോക്കാനായിട്ട്. കറക്റ്റ് അളവിലൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടില്ലെങ്കിൽ അത് ടെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അത് ലീക്കേജ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ക്വാണ്ടിറ്റിയിലും അളവിലൊക്കെ എന്ത് ചെയ്യാം, ഇത് നമ്മൾ സാമ്പിൾ കൊടുക്കുക. Then record should be kept for acceptance, rejections with reasons. നമ്മൾ റെക്കോർഡിനകത്ത് അക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്താലും അതിന്റെ കാരണങ്ങളും അതിന്റെ ആക്ഷൻസും റെക്കോർഡിൽ രേഖപ്പെടുത്തണം. നമ്മൾ എന്താണോ അതിന്റെ കാരണങ്ങളും പ്രവർത്തനങ്ങളും റെക്കോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. Then if ഇനി എന്തെങ്കിലും കേസസ് കൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് പേഷ്യന്റിനെയും അല്ലെങ്കിൽ ഡോക്ടറെയും അറിയിച്ചിട്ട് അത് ഒന്നും കൂടി റീകളക്ഷൻ ചെയ്തിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുക. ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടന്റ് കൊടുക്കുക എന്നൊക്കെയാണ് ഈ സാമ്പിൾ അക്സെപ്റ്റൻസിൽ റിജക്ഷൻസിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. കുറച്ച് ഫുൾ ഫോമുകളും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടോ, നമുക്ക് എഴുതിയെടുക്കാം. വായിച്ചു എല്ലാവരും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ് അല്ലെ. അപ്പോ ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമല്ല, ഇത് കൂടാതെയും റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, റിക്വസ്റ്റഡ് ഫോം അല്ലെ, അഭ്യർത്ഥന ഫോമുകള്. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, റിസൾട്ടുകളുടെ റിപ്പോർട്ട്സിന്റെ കോപ്പീസും റിപ്പോർട്ട്സും. ദെൻ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ഓരോ വിഷയത്തിൽ നിന്നുമുള്ള പ്രിന്റ് ഔട്ട്സുകള്. ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്,
അവർക്ക് ലബോറട്ടറിയിൽ ഒരു ബുക്ക് ഉണ്ടാവും, പേഷ്യൻസിന്റെ പേരും ഇന്ന ടെസ്റ്റ് വന്ന് ചെയ്തു, ടൈമും ഡേറ്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കും വർക്ക്ഷീറ്റും ഉണ്ടാകും. ലബോറട്ടറി രജിസ്റ്റർ, നമ്മളുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ എഴുതുന്ന ഒരു രജിസ്റ്റർ. ദെൻ കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, അതായത് കാലിബ്രേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതുന്ന റെക്കോർഡ്സും ഒരു ഫാക്ടേഴ്സ് എഴുതുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു റെക്കോർഡ് സെപ്പറേറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ QC റെക്കോർഡ്സ്, ക്വാളിറ്റി QC എന്ന് വെച്ചാൽ എന്താ, ക്വാളിറ്റി QC റെക്കോർഡ്സ്, ക്വാളിറ്റി കൺട്രോളിന്റെ എങ്ങനെയൊക്കെയാണ് സുരക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിന്റെ ഒരു റെക്കോർഡ് ഉണ്ടാകും. ദെൻ ക്വാളിറ്റി മാനുവൽ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡ്സ്. ദെൻ ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, സംഭവ പുസ്തകം. ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ ദിവസത്തെ എന്തൊക്കെയാണ്, എത്ര ടെസ്റ്റുകൾ അവർ ചെയ്തു, നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആക്ഷൻ റിപ്പോർട്ട്സ് മീൻസ് എന്തെങ്കിലും തിരുത്തൽ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആയിട്ടുള്ളത് കറക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. ദെൻ സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്, അല്ലെ, സ്റ്റോക്ക് കാർഡ്സ്, സപ്ലൈ റെക്കോർഡ്സ്, സ്റ്റോക്ക് കാർഡുകൾ വിതരണ എന്തൊക്കെയാണ് റിപ്പോർട്ട്സ് കൊടുക്കുന്നത്. പേഴ്സണൽ റെക്കോർഡ്സ്, അത് അതിനകത്ത് സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും കോമ്പറ്റൻസി റെക്കോർഡ്സും ഹെൽത്ത് റെക്കോർഡ്സും ഉൾപ്പെടും. ദെൻ കംപ്ലൈൻസ് ആൻഡ് റിസൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമുണ്ട്, എന്തെങ്കിലും കംപ്ലൈൻസുകളോ അങ്ങനെയുള്ള അവയുടെ പരിഹാരമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക്. ഇൻവെന്ററി ഓർ അസറ്റ്സ്, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടിക മീൻസ് എന്തൊക്കെയാണ്, ഒരു ടേബിൾ എന്നൊക്കെ പറയാം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ടുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ളത്. ദെൻ സേഫ്റ്റി മാനുവല്, സുരക്ഷാ മാനദണ്ഡങ്ങളും അങ്ങനെയുള്ള ഒരു മാനുവല്. ദെൻ ബഡ്ജറ്റ്സ് അല്ലെ, ബഡ്ജറ്റും. അതുപോലെ തന്നെ SOPs എന്ന് വെച്ചാൽ SOP തന്നെയാണ്. SOPs എസ് സ്മോൾ ആക്കിയിട്ടാണ്, ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. SOP എന്ന് തന്നെയാണ്. SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ, സിസ്റ്റം ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ദെൻ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ്, ജോലി ഭാരവും അതുപോലെ തന്നെ വർക്കിന്റെയും അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷണ റിപ്പോർട്ടുകളും, ഓരോ എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് ടെസ്റ്റുകളുടെയും മറ്റും റിപ്പോർട്ടുകൾ. ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടും അത് ചരക്ക് പട്ടിക എന്നൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇവിടെ അസറ്റ്സ് മീൻസ് ചരക്ക് പട്ടിക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തോന്നുന്നു, ഈ ലബോറട്ടറിയുടെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങള്, ഇന്ന എക്യുപ്മെന്റ്സും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഓരോ എന്താ പറയാ, ഓരോ ഇതിന്റെ ടെസ്റ്റുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചരക്ക് പട്ടിക പോലെ അടയാളപ്പെടുത്തില്ലേ, അതിനെയൊക്കെയാണ് ഇവിടെ ലബോറട്ടറിയിലെ ഇൻവെന്ററി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വായിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതില് ഞാൻ പറഞ്ഞ കുറച്ച് ഫുൾ ഫോമുകൾ വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ. ലബോറട്ടറീസിൽ സുരക്ഷ വേണം അല്ലെ, നമുക്കറിയാം ലബോറട്ടറീസിൽ ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോ ഇവിടെ സുരക്ഷ അത്യാവശ്യമാണ്. അപ്പൊ നോക്കാം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലബോറട്ടറിയിൽ സുരക്ഷ നൽകേണ്ടത്. Personnel who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അല്ലെ, ഇപ്പോ നമുക്കറിയാം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സുരക്ഷ വേണ്ടത്. പേഴ്സണൽ ഹു ആർ വർക്കിംഗ് അല്ലെ, അതായത് ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് രാസവസ്തുക്കള് അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ കെമിക്കൽസ്, ഇൻഫെക്ഷൻസ്, ഫയർ എന്തെങ്കിലും തീ മൂലമുള്ളതോ, ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക് തുടങ്ങിയവയിൽ നിന്നും എന്താണ് അപകടങ്ങൾക്ക് അവർ വിധേയരാകാം അല്ലെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ. The environment is also at risk being contaminated by dangerous materials used and waste generated in the laboratory. അല്ലെ, അപ്പൊ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ, ഇൻഫെക്ഷൻ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ നമ്മുടെ പരിസ്ഥിതിയെ മാലിന്യമാക്കാനും സാധ്യതയുണ്ട്. എൻവയോൺമെന്റിന് റിസ്ക് വരത്തക്ക രീതിയിലും സാധ്യതയുണ്ട്. ഈ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രകൃതിയെ നശിപ്പിക്കാനായിട്ട് മലിനമാക്കുന്നു. Policies should define the use of sharp disposal of bio-waste, reagents, sharp and other waste involved in the laboratory according to the local and national regulations.
ബയോമെഡിക്കൽ വേസ്റ്റ്. എന്താ ബയോ വേസ്റ്റ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞതാണോ? ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ എടുത്തായിരുന്നോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞോ? യെസ്. ഓക്കെ. എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതല്ലേ? എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ അല്ലെ, ലബോറട്ടറിയിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ. അപ്പോ റീഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീഏജൻസ് എന്ന് പറഞ്ഞാൽ രാസപ്രക്രിയയിൽ ഉള്ള വസ്തുക്കൾ. ഹോസ്പിറ്റൽ വേസ്റ്റ്. ഓക്കെ. റീഏജൻസ് എന്ന് പറഞ്ഞാൽ രാസപ്രക്രിയയിലെ വസ്തു. ഈ രാസവസ്തുക്കളൊക്കെ തന്നെയാണ് റീഏജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ നോക്കാം, പോളിസീസ് ഷുഡ് ഡിഫൈൻ the use of sharps, disposal of bio-waste, reagents, sharp and other waste evolved in the laboratory according to the local and national regulations. അല്ലെ, ഇവോൾവ് ചെയ്യാന്ന് വെച്ചാൽ പരിണമിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് പ്രാദേശികവും അല്ലെ, അതായത് ലോക്കൽ ആൻഡ് നാഷണൽ, പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട്, ആ പോളിസികൾക്ക് അനുസൃതമായിട്ട് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഈ ഷാർപ്പ് വേസ്റ്റുകളും അതുപോലെ തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളും അല്ലെങ്കിൽ ഈ രാസവസ്തുക്കൾ, റീഏജൻസുകളും മറ്റു മാലിന്യങ്ങൾ എന്നിവയുടെ ഉപയോഗ നയങ്ങളൊക്കെ നിർവചിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർവചിക്കണം, മീൻസ് പറയണം. ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അപ്പൊ ഇതൊരു പേഴ്സണൽസിന് അതിനു വേണ്ടിയിട്ട് പ്രത്യേക എല്ലാ ഉദ്യോഗസ്ഥരും ട്രെയിനിങ് കൊടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം അല്ലെ. ഇന്ന വസ്തുക്കൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതൊക്കെ എന്ത് ചെയ്യാം, സ്റ്റാഫിന് ഒരു പ്രിക്കോഷൻസ് മുൻകരുതൽ പോലെ എന്ത് ചെയ്യാം, ഒരു ട്രെയിനിങ് കൊടുക്കുക. Safely in laboratories therefore include protection of both personnel and environment from dangerous material അല്ലെ. അപ്പോ അതിനാല് എന്ത് വേണം, ലബോറട്ടറിയിലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെയും അതുപോലെ പരിസ്ഥിതിയെയും കൂടി അവരുടെ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. പേഴ്സണലിന് മാത്രമല്ല, അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിനെയും കൂടി ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ സുരക്ഷിതമാക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ഇൻ ലബോറട്ടറീസിൽ വരുന്നത്. ഇനി ഓരോ സേഫ്റ്റി മെഷേഴ്സിന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണ്. നെക്സ്റ്റ് പറയുന്നത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ജനറൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ പോയിന്റ് ആയിട്ടാണ്. അപ്പോ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സുരക്ഷ കൈവരിക്കേണ്ടത് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, നമ്മള് മീൻസ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണല് പലതരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടെന്ന് അല്ലെ. ഇപ്പോ അതെന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്, കെമിക്കൽ ഇൻഫെക്ഷൻസ് വരാം, പകർച്ചവ്യാധികൾ വരാം, ഫയർ ഡേഞ്ചർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോക്കുകൾ, ഗ്യാസ് ലീക്ക്, ഇങ്ങനെയുള്ള അപകട സാധ്യതകളുണ്ട്. സോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ, മാലിന്യങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിനെ കൂടി മലിനമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലോക്കൽ ആൻഡ് നാഷണൽ തരത്തിലുള്ള പ്രാദേശികവും ദേശീയമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഇന്ന് ബയോമെഡിക്കൽ വേസ്റ്റുകളെയും അല്ലെങ്കിൽ റീഏജൻസുകളെയും ഷാർപ്പ് വേസ്റ്റുകളെയും എങ്ങനെയൊക്കെയാണ് ഉപയോഗം ചെയ്യേണ്ടത് എന്ന് പറയുവാൻ. എല്ലാ പേഴ്സണൽസിനും, അതായത് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു മുൻകരുതലിന് വേണ്ടി, പ്രിക്കോഷൻസിന് വേണ്ടി അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. ലബോറട്ടറിയുടെ മീൻസ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ പേഴ്സണലിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനും ഡേഞ്ചറസ് മെറ്റീരിയൽസ് നിന്നും പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം നൽകുക. ഓക്കെ, ക്ലിയർ ആയോ? സേഫ്റ്റി ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്ത് പറ്റി? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ എല്ലാവരും. ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്ത് പറ്റി, ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ? ഓക്കെ, അപ്പൊ നമുക്കിനി ജനറൽ സേഫ്റ്റി മെഷേഴ്സ് നോക്കാം. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഓൾ ലബോറട്ടറി personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. അല്ലെ, എല്ലാ ലബോറട്ടറി സ്റ്റാഫുകളും അവരുടെ സുരക്ഷാ നയങ്ങളെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. അപ്പോ അങ്ങനെയുള്ള സുരക്ഷാ കുറിച്ച് കൈകാര്യം ഉണ്ടായിരിക്കണം. അവയ്ക്ക് അനുസൃതമായിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, അവര് പ്രവർത്തിക്കുവാൻ. Second one, list of dangerous materials used in laboratory
should be prepared. അല്ലെ, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകളുടെ ഒരു പട്ടിക തയ്യാറാക്കണം, എഴുതി വെക്കണമെന്ന് എന്തൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന്. Then eye wash facility should be made available as stand-alone facility or attached to sink. അല്ലെ, ഈ ഐ വാഷ് സൗകര്യം ഉണ്ടായിരിക്കണം, കഴുകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് സിങ്കിൽ ഘടിപ്പിക്കുകയോ ചെയ്യണം. Then biohazard symbols should be used on all container equipment that contains biodangerous material. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ പഠിച്ചു, ഡിഫറെന്റ് കളർ കോഡുള്ള അല്ലെ, അങ്ങനെ പഠിച്ചായിരുന്നോ? കളർ കോഡുള്ള ഡിഫറെന്റ് കളർ കോഡുള്ള ബാസ്കറ്റിൽ കണ്ടെയ്നേഴ്സിലാണ് പ്രത്യേകമായിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ നിക്ഷേപിക്കേണ്ടത് അല്ലെ. അപ്പോ ഇവിടെയും പറഞ്ഞത് ബയോഹസാർഡ്സ് ജൈവ മീൻസ് ആ ഒരു അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടെയ്നർ ഉപകരണങ്ങളിലും അതിന്റെ സിംബൽസ് ഒക്കെ ഒന്ന് വെക്കണം, ഏതാണെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അതിന്റെ സിംബൽസ് ഈ കണ്ടെയ്നറിന്റെ പുറത്ത് വെക്കുക. Then laboratory personnel should be completely trained in managing fire and non-fire emergency like lab spillage, gas leakage, etc. ലബോറട്ടറി ജീവനക്കാർക്ക് ഇപ്പോ ഫയർ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കുവാനും അതിന് ഒരു പൂർണ്ണ പരിശീലനം നൽകണം അല്ലെ. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫയറിന്റെ തുടർന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും നൽകണം. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ലീക്കേജോ സ്പില്ലേജ് വേസ്റ്റോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാഹിത വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കണം. Ample fire extinguisher should be quickly available in the laboratory. അല്ലെ, ലബോറട്ടറിയിൽ വിപുലമായിട്ടുള്ള, ആംബിൾ മീൻസ് വിപുലമായിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങൾ പെട്ടെന്ന് വേഗത്തിലാക്കണമെന്ന്. ഇപ്പൊ പെട്ടെന്ന് ഒരു തീപിടുത്തമൊക്കെ വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് കെടുത്താനായിട്ടുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയിരിക്കണം. Accident, incident, injuries record of laboratory personnel should be kept and intimated to the designated authority. ഇപ്പോ എന്തെങ്കിലും ലബോറട്ടറി ജീവനക്കാർക്ക് ഇഞ്ചുറീസോ അപകടമോ പരിക്കുകളുടെ രേഖ സൂക്ഷിക്കുകയും നിയുക്ത അതോറിറ്റിയെ അത് എന്ത് വേണം, അറിയിക്കുകയും വേണം. എന്തെങ്കിലും ലബോറട്ടറിയിൽ വല്ല പേഷ്യൻസിന് വന്നപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രേഖ സൂക്ഷിക്കുകയും അതുപോലെ അതോടൊപ്പം തന്നെ എന്ത് വേണം, അത് അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് കേട്ടോ. സേഫ്റ്റി മെഷേഴ്സ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. Do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used for food or beverage. അല്ലെ, കാര്യം എന്താ പറയുന്നത്? നമുക്കറിയാം ലബോറട്ടറിയുടെ ഉള്ളിൽ ഇരുന്ന് ചുയിങ്കമോ അല്ലെങ്കിൽ ഡ്രിങ്കോ സ്മോക്ക് ചെയ്യാനോ ഈറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവിടെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് പോവുകയാണ് അല്ലെ. ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ്. ലബോറട്ടറി ഗ്ലാസ്വെയർ ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും അങ്ങനെ കണ്ടെയ്നേഴ്സും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. Always put on suitable clothing. Chemically resistant lab coats or aprons are suggested. അല്ലെ, നമുക്കറിയാം ലാബിൽ നിൽക്കുന്നവര് ഓൾറെഡി അവര് ഒരു കോട്ട് ഇട്ടിട്ടുണ്ടാവും ഇല്ലേ, കോട്ട് ധരിക്കാറുണ്ടോ ലാബിലത്തെ മീൻസ് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി സ്റ്റാഫുകൾ അല്ലെ. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കലും അതൊന്നും തെറിക്കാതിരിക്കാനായിട്ട് അത്യാവശ്യം കട്ടിയുള്ള നല്ല പ്രതിരോധിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാർപ്പ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ അല്ലെ. അതായത് എന്താ പറയുന്നത്, അതീവ ശ്രദ്ധയോട് വേണ്ടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഈ നീഡിൽസും സിറിഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഭയങ്കര കെയറോട് കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ അത് ഉപയോഗിക്കുക. Compressed gas cylinders should be secured to prevent them from being knocked over. അല്ലെ, അതായത് കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ മീൻസ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടാവില്ലേ അവിടെ, അപ്പോ അതൊന്നും തട്ടാതെ അതിന് സേഫ് ആയിട്ട് തന്നെ വേണം വെക്കാൻ, സെക്യൂർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. In the care of chemical splashing in your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes. Eye wash facility. ഇപ്പോ ഇൻ കേസ് എന്തെങ്കിലും കെമിക്കൽ നമ്മളുടെ സ്പ്ലാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ തെറിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ പൈപ്പ് ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ കണ്ണിൽ കണ്ണ് വാഷ് ചെയ്യുകയോ, നമ്മുടെ സ്കിന്നിലാണെങ്കിൽ സ്കിൻ 20 മിനിറ്റോളം വാഷ് ചെയ്യുകയും വേണം.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സേഫ്റ്റി മെഷേഴ്സിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു ലാബില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അറിയാൻ പാടില്ലാത്തത് മതിയുണ്ട്. എന്ത് ചെയ്യാ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് ഇത് ഇന്നെടുത്ത ഭാഗത്തു നിന്നുള്ള നോട്ട്സ് കുറച്ച് എഴുതാനുണ്ട്. എല്ലാ പോയിന്റും വായിക്കണേ. വായിച്ചു കഴിഞ്ഞവര് നോട്ട്ബുക്ക് എടുത്തോളൂ. നോട്ട്ബുക്കും പെന്നും എടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും ഓക്കെ റെഡി ആയോ എഴുതാൻ? നോട്ട്ബുക്കും പെന്നും എടുക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ടോ എന്തെങ്കിലും നോട്ട്സ് ഓൾറെഡി? ഓക്കെ, കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഫുൾ ഫോം ആണ് കേട്ടോ കുറച്ച്. ഫസ്റ്റ് വൺ NABL. NABL. NABL ഫുൾ ഫോം എഴുതിക്കോളൂ. നാഷണൽ, ഞാൻ കമന്റ് ചെയ്യാം കേട്ടോ, ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത്. നാഷണൽ അക്രഡിറ്റേഷൻ national accreditation National Accreditation Board for National Accreditation Board for Testing and Calibration Laboratories. ഒന്നത് പറയട്ടെ, ഒന്ന് എഴുതണേ. NABL
നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതെ, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് എഴുതണേ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. കമന്റിൽ നോക്കട്ടോ, എന്നിട്ട് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് തന്നെ എഴുതണേ. ഫുള്ളായിട്ട് തന്നെ വേണം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അത്രയും തന്നെ വേണം. ടെസ്റ്റിംഗ് വരെ അല്ല കേട്ടോ, ഫുള്ളായിട്ട് തന്നെ എഴുതണേ. കംപ്ലീറ്റ് ആയോ? സെക്കൻഡ് വൺ എഴുതിക്കോളൂ. SOP അക്രഡിറ്റേഷൻ. സെക്കൻഡ് വൺ SOP എഴുതിക്കോളൂ. SOP എഴുതാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കേട്ടോ. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. Standard operating procedure. Next one എഴുതിക്കോളൂ. LIS. LIS. LIS Laboratory Information System. Laboratory Information System. Then next one HIS. HIS. Hospital Information System. Hospital Information System. നെക്സ്റ്റ് വൺ QC. അറിയാൻ പാടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, എഴുതണ്ട. ജസ്റ്റ് വേണമെങ്കിൽ നേരിടുത്തോളൂ. QC ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇനി ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും. പിന്നെ നമുക്ക് വരുന്നത് സയൻസ് ആൻഡ് സിംബൽസ് ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സിംബൽസും സയൻസുകൾ എന്തൊക്കെയാണെന്നാണ്. ദെൻ പിന്നെ വരുന്നത് ലാബ് SOPS അല്ലെ. SOPS എന്നുള്ളത് SOP എന്ന് മാത്രം വരുന്നുള്ളൂ കേട്ടോ. എസ് അവിടെ സ്മോൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഇത്തിരി വലുതാക്കിയത് മിസ്റ്റേക്ക് വന്നതാണ്. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. SOP എന്ന് മാത്രമായിട്ട് ചോദിക്കാറുള്ളൂ. SOPS എന്ന് അങ്ങനെ കണ്ടിട്ടില്ല. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ ഒരു ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസും ദെൻ കുറച്ച് സിംബൽസും സയൻസ് ഒക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഒരു ക്ലാസ്സോട് കൂടി, ഒരു ക്ലാസ് വേണ്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു ഒരു അരമണിക്കൂറൊക്കെ മതിയായിരിക്കും അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ലാബിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സയൻസ് ഒക്കെ ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരണേ. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി മാത്രമല്ല ചാപ്റ്റർ കഴിയാനുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയോ? അത് മാത്രമേ ഉള്ളൂ മാം. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതും കൂടി വേണമല്ലോ ഇനി. അപ്പൊ ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ അപ്പൊ അതിന്റെ കോപ്പി ഒന്ന് കയ്യിൽ കരുതി വെച്ചോളൂ. കാരണം ഇതൊരു അരമണിക്കൂറത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. സയൻസും ആ ഒരു ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളല്ലോ.
അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ കയ്യിൽ കോപ്പി ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് കയ്യിൽ കോപ്പി എടുത്ത് വെക്കുക. അപ്പൊ ഈ സിമ്പിൾസും സയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്റർ ബോറായിരുന്നോ? ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക്? ഇല്ല. ഇല്ല. ഓക്കെ, വലിയ മെഡിക്കൽ ടേമുകളും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അല്ലെ? എല്ലാ ചാപ്റ്റർ ചില ചാപ്റ്റർ കുറച്ച് മെഡിക്കൽ ടേമുകൾ കൂടുതൽ ഉണ്ടാകും, ചിലതിൽ എളുപ്പമായിരിക്കും. നമുക്ക് സ്വയം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ കോപ്പി എടുത്ത് വെക്കാം, മറക്കരുതും. പിന്നെ അതുപോലെ സയൻസ് സിമ്പിൾസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.